നമസ്കാരം പ്രിയ കൂട്ടുകാരെ, നിങ്ങൾക്ക് എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. കുറച്ച് നാളുകളായി നിങ്ങൾക്ക് ഞാനൊരു സിനിമ സജസ്റ്റ് ചെയ്യണമെന്ന് വിചാരിക്കുന്നു. മിക്കവാറും എല്ലാവരും തന്നെ ഈ സിനിമ കണ്ടിട്ടുണ്ടാവും. 2007 ഇറങ്ങിയ ഷൂട്ടർ എന്ന സിനിമയാണ് ഞാൻ നിങ്ങൾക്കായിട്ട് ഇന്ന് തിരഞ്ഞെടുത്തിരിക്കുന്നത്. എനിക്ക് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ടുണ്ടായ ഒരു ആശയം എന്ന് വെച്ച് കഴിഞ്ഞാൽ, പുതിയതായിട്ട് ഇറങ്ങുന്ന സിനിമകൾ റിവ്യൂ ചെയ്യാൻ 100,000 പേരുകളുണ്ട്. എന്നാൽ ഒരിടയ്ക്ക് നമ്മൾ മറന്നുപോയ കുറേ സിനിമകളുണ്ട്. ഈ 2000, 90, 80കളിലൊക്കെ ഇറങ്ങിയ ചില സിനിമകൾ, റിപ്പീറ്റ് വാല്യൂ കൂടുതലുള്ള സിനിമകൾ, അവയാണ് ഞാൻ ഇനി അങ്ങോട്ട് റിവ്യൂ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് പുത്തൻ സിനിമകൾ അന്വേഷിച്ച് ആരും ചാനലിലേക്ക് വന്നിട്ട് കാര്യമില്ല. പഴയ സിനിമകളാണ് കൂടുതലും. നിങ്ങൾ എന്തെല്ലാം ശ്രദ്ധിക്കണം, എവിടെയെല്ലാം അത് നോക്കേണ്ടിയിരിക്കുന്നു എന്നുള്ള കാര്യങ്ങൾ, ട്രിവിയലായിട്ടുള്ള കാര്യങ്ങൾ. ഞാൻ ഈ സിനിമ എടുക്കുന്നതിന് പല കാരണങ്ങളുണ്ട്. നോർമലി ഇതൊരു കമേഴ്ഷ്യൽ മൂവിയാണ്. അടിപൊളി ആക്ഷൻ സിനിമകൾക്ക് തന്നെയുള്ള ഒരു ആശയമാണ് ഇതിനകത്ത്. പൊതുവെ ആക്ഷൻ സിനിമകൾ നമുക്ക് തന്നിട്ടുള്ള ആൻറ്റോൺ ഫുക്വ എന്ന വ്യക്തിയാണ് ഈ സിനിമയുടെ സംവിധായകൻ. ഈ പുള്ളിയെ അറിയില്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ചില സിനിമകൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞ് ചിലപ്പോൾ മനസ്സിലാവും. അതായത് ഡെൻസൽ വാഷിംഗ്ടൺ നായകനായിട്ട് വന്ന ഈക്വലൈസർ, ട്രെയിനിങ് ഡേ, കിങ് ആർതർ തുടങ്ങിയവയാണ് ഇദ്ദേഹത്തിൻ്റെ സിനിമകൾ. 1993 പബ്ലിഷ് ചെയ്ത സ്റ്റീഫൻ ഹണ്ടറുടെ പോയിന്റ് ഓഫ് ഇമ്പാക്റ്റ് എന്ന നോവലിനെ ആസ്പദമാക്കിയിട്ടാണ് ഈ സിനിമ വന്നിരിക്കുന്നത്. അതായത് അതിൻ്റെ അഡാപ്റ്റേഷനാണ് ഈ മൂവി. യുദ്ധം, ദേശീയത, ദേശഭക്തി, ഉപജാപം, യുദ്ധാതിക്രമം, അഴിമതി, അങ്ങനെ നിരവധി വിഷയങ്ങളാണ് ഈ സിനിമയിൽ വന്നിരിക്കുന്നത്. ഒരു വ്യക്തിയോ ഒരു ഗ്രൂപ്പോ ധനലാഭത്തിനായി ചെയ്യുന്ന എന്ത് കൊള്ളരുതായ്മയ്ക്കും സ്വാതന്ത്ര്യം നൽകുക എന്നുള്ളൊരാശയം, അത് പൊതുവെ അമേരിക്കൻ ന്യായത്തിൻ്റെ ഒരു വിരോധാഭാസവുമായിട്ടൊക്കെ നമുക്ക് ഈ സിനിമയിൽ നമുക്ക് നന്നായിട്ട് കാണാൻ പറ്റും. എന്തായാലും മുഖവുര തീർന്നു. വിത്തൗട്ട് എനി ഫർദർ അഡ്യൂ, ലെറ്റ്സ് ബ്രേക്ക് ദ ഫോർത്ത് വോൾ. സിനോപ്സിസ്. ഞാൻ പറഞ്ഞു, 2007 ഇറങ്ങിയ ഈ സിനിമ നിങ്ങളിൽ പലരും തന്നെ ഇത് കണ്ടിട്ടുണ്ടാവും. അതുകൊണ്ട് തന്നെ ഒരു ചെറിയ ഭാഗം പറയുകയോ അല്ലെങ്കിൽ അതിനകത്തൊരു എക്സൈറ്റ്മെൻറ്റോ അല്ലെങ്കിൽ ത്രില്ലിങ് എലമെൻറ്റോ ഞാൻ കഥ പകുതിക്ക് നിർത്തുന്നില്ല. ഞാൻ കഥ മുഴുവനായിട്ട് അങ്ങ് പറയുവാണ്. എത്യോപ്യയിൽ ഒരു രഹസ്യ ദൗത്യത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന US ആർമി സ്നൈപ്പർ ഡിവിഷൻ സോൾജറാണ് ബോബ് ലീ സ്വാഗർ. അവരുടെ ഒരു അഡ്വഞ്ചറിൽ നിന്നാണ് കഥ ആരംഭിക്കുന്നത്. ബോബ് ലീ സ്വാഗറാണ് മെയിൻ സ്നൈപ്പർ. സ്വാഗറിൻ്റെ ബഡി പെയറായ ഡോണി ഫെന്നും ചേർന്നിട്ട് ഏതോ ഒരു ദൗത്യത്തിൽ കഴിഞ്ഞു വരുന്ന ഒരു ടീമിന് മുന്നേക്കൂട്ടി അപകടം പറഞ്ഞു കൊടുക്കുന്ന ഒരു ദൗത്യത്തിലാണ് അവരിയ്ക്കുന്നത്. അവരുടെ ലൊക്കേഷൻ വളരെ ഹിഡൻ ആയിട്ടാണ് അവരിയ്ക്കുക. അപ്പോൾ അവരുടെ ഒരു കോൺവെർസേഷനിൽ ഇതിങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ ഇവർ പ്രൊട്ടക്റ്റ് ചെയ്യേണ്ട ഒരു സെറ്റ് ജീപ്പുകളിൽ ഇങ്ങനെ റോഡിലൂടെ കടന്നു വരുമ്പോൾ മുന്നേ കൂട്ടി അവർക്ക് ഓപ്പോസിറ്റ് കലാപകാരികളും കടന്നു വരുന്നുണ്ട്. ഇവർ രണ്ടുപേരുടെയും കഴിവ് ഉപയോഗിച്ച് ഈ കലാപകാരികളെ ദൂരെ നിന്ന് തന്നെ ഉന്മൂലനം ചെയ്ത് നൈസായിട്ട് അവരെ പ്രൊട്ടക്റ്റ് ചെയ്യും. എന്നാൽ ഒരു സ്നൈപ്പർ അസിസ്റ്റൻസ് ഉണ്ടെന്ന് മനസ്സിലാക്കിയ കലാപകാരികളുടെ ഇടയിൽ നിന്ന് ഒരു ഹെലികോപ്റ്റർ ഇവരുടെ സ്ഥാനം ലക്ഷ്യമാക്കി പാഞ്ഞു വന്നു വെടിയുണ്ടകൾ വർഷിക്കും. അതിൽ ഡോണി വെടിയേറ്റ് മരിച്ചു വീഴും. ബോബ് ലീ സ്വാഗറിൻ്റെ കയ്യിൽ നിന്നപ്പോൾ തന്നെ എല്ലാം പോവും. തൻ്റെ കൂട്ടുകാരനാണ് മരിച്ചു കിടക്കുന്നത്. അവൻ ഉടനെ തന്നെ സപ്പോർട്ടിന് വേണ്ടി ഹെഡ് ക്വാർട്ടേഴ്സിൽ വിളിച്ചു പറയിക്കും. പക്ഷേ അവരുടെ പാടായെന്നും പറഞ്ഞ് ഹെഡ് ക്വാർട്ടേഴ്സ് ഇവരെ കൈയൊഴിയും. ലാസ്റ്റ് റിസോർട്ട് എന്ന മട്ടിൽ സ്വാഗർ തൻ്റെ കയ്യിൽ തന്നിട്ടുള്ള, അതായത് ടാങ്കുകളെ നിറയൊഴിച്ച് നിർവീര്യമാക്കാൻ ഉപയോഗിക്കുന്ന ബാരറ്റ് 50 cal എന്ന് പറയുന്ന ഒരു വലിയൊരു സ്നൈപ്പർ റൈഫിൾ ഉപയോഗിച്ച് ആ ഹെലികോപ്റ്ററിനെ വെടിവെച്ചിടുന്നു. അതോടുകൂടി സിനിമ ആരംഭിക്കുകയാണ്. പിന്നീട് കാണിക്കുന്നത് കാലം കുറേ മുന്നോട്ട് പോയി സ്വാഗർ പട്ടാളത്തിൽ നിന്നൊക്കെ വിരമിച്ച് ഒറ്റയ്ക്ക് തൻ്റെ വളർത്തുന്ന നായയോടൊപ്പം ഒരു മലമൂട്ടിൽ താമസിക്കുകയാണ്. പെട്ടെന്നാണ് ഇങ്ങേരെ കാണാൻ വേണ്ടി ഗവൺമെൻറ്റിൻ്റെ ഓതറൈസേഷനിൽ 2 പേര് കടന്നു വരുന്നത്. കേണൽ ജോൺസൺ എന്ന് സ്വയം പരിചയപ്പെടുത്തുന്ന ഒരാൾ, അയാളുടെ ബോഡി ഗാർഡ്. ഇദ്ദേഹം വന്നിട്ട് തൻ്റെ രാജ്യത്തിന് വേണ്ടി, അതായത് അമേരിക്കയ്ക്ക് വേണ്ടി ഒരു വട്ടവും കൂടി സ്വാഗറിനോട് അവൻ്റെ സർവീസ് ആവശ്യപ്പെടുകയാണ്. എന്താണ് സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, വളരെ രഹസ്യ സ്വഭാവമുള്ള ഒരു ലളിതമായൊരു ദൗത്യം. തൊട്ടടുത്ത കുറച്ച് ദിവസങ്ങളിലായിട്ട് അമേരിക്കയുടെ പ്രസിഡൻറ്റ് പബ്ലിക്കായിട്ട് ചില ഭാഗങ്ങളിൽ പ്രസംഗിക്കും. ഈ ചില ഭാഗങ്ങളിൽ പ്രസിഡൻറ്റിനെതിരെ എന്തായാലും ഒരു ഡെത്ത് ത്രെറ്റിന് സാധ്യത ഉള്ളതുകൊണ്ട് ഈ ലൊക്കേഷനുകളിൽ ഏതാണ് ഏറ്റവും ഒരു സ്നൈപ്പർ അറ്റാക്ക് വന്നാൽ അവർ എവിടെ നിന്ന് അറ്റാക്ക് ചെയ്യാനാണ് സാധ്യത കൂടുതലെന്നുള്ളത് ഒരു ഫോർമർ സ്നൈപ്പർ എന്ന നിലയിൽ ഇവനോട് വന്ന് പരിശോധിച്ച് കണ്ടെത്താൻ പറയും. തൻ്റെ സേവന പരിജ്ഞാനം ഒരിക്കൽ കൂടി എടുക്കാൻ വേണ്ടി പറഞ്ഞ് സ്വാഗറിനെ സോപ്പിടാൻ ശ്രമിക്കുമെങ്കിലും സ്വാഗർ ആദ്യം അതിനോട് താല്പര്യം കാണിക്കില്ല. ദെൻ അഗെയിൻ
അമേരിക്കയാണ്, ദേശീയത, സ്വാതന്ത്ര്യം, മാങ്ങ തേങ്ങ എന്നൊക്കെ പറഞ്ഞാൽ ഏത് പട്ടാളക്കാരനും മനസ്സലിഞ്ഞു പോകും. അയാൾ വേണം വേണ്ട എന്നുള്ള രീതിയിൽ നിൽക്കുന്നു. കേണൽ വീണ്ടും അവനെ പ്രോംപ്റ്റ് ചെയ്യുന്നു, നിനക്ക് വേറെ ഒരു പണിയുമില്ല, നീ പോയി ആ ലൊക്കേഷൻ എവിടെയാണ് ഏറ്റവും കൂടുതൽ സാധ്യതയുള്ളതെന്ന് കണ്ടുപിടിച്ച് ഇവർക്ക് അതനുസരിച്ച് റെഡിയാകാം. ഒരു അറ്റാക്ക് വരുന്നതിന് മുമ്പ് അതിനെ പ്രതിരോധിക്കാൻ സാധിക്കും എന്നുള്ളതാണ് ഇവരുടെ ന്യായം. ഇതെല്ലാം കൂടി കേട്ട് കഴിഞ്ഞപ്പോഴേക്കും സ്വാഗർ ഏകദേശം ഒരു 80% മൈൻഡാവും. എന്നാൽ കേണൽ തിരിച്ചു പോകുന്നതിന് മുമ്പ് സ്വാഗർ ഒരു പണി ഒപ്പിക്കും. ഇവർ വന്ന വണ്ടി ഗവൺമെൻറ് ഇഷ്യൂഡ് വെഹിക്കിളാണ്. ആ വണ്ടിയുടെ ഇതിനോട് താല്പര്യം കാണിച്ചിട്ട് അതിൻ്റെ എൻജിൻ അടിപൊളിയാണെന്നൊക്കെ പറഞ്ഞ് അതിൻ്റെ ഒരു ഫോട്ടോ എടുത്തോട്ടെ എന്ന് പറഞ്ഞ് എൻജിൻ്റെ ഫോട്ടോ എടുക്കും. അതുവഴി അപ്പോൾ എൻജിൻ്റെ ഫോട്ടോ കിട്ടുന്ന അതേ ഫ്രെയിമിൽ വണ്ടിയുടെ രജിസ്റ്റർ നമ്പറും കൂടി ഇൻക്ലൂഡ് ചെയ്യാൻ ആര് ശ്രമിച്ചിട്ടുണ്ട്? സ്വാഗർ ശ്രമിക്കും. ഇത് കേണൽ അത് മനസ്സിലാക്കും. എന്നിട്ട് തിരിച്ചു പോകുമ്പോൾ കേണൽ അതിനെക്കുറിച്ച് പറയുകയും ചെയ്യും. ഞാൻ ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത് എന്താണെന്ന് സിനിമ കണ്ടിട്ടുള്ള എൻ്റെ കൂട്ടുകാർക്ക് അറിയായിരിക്കും എന്താണെന്ന്. എന്തായാലും സിനിമ മുന്നോട്ട് പോകുമ്പോൾ കണ്ടിട്ടില്ലാത്ത ആൾക്കാർ സൂക്ഷിച്ച് വീക്ഷിച്ച് പോകണം. ഓൾറെഡി കണ്ടിട്ടുള്ള ആൾക്കാർ ഞാൻ പറയുന്ന ഓരോ ഭാഗങ്ങളും പെട്ടെന്ന് മനസ്സിലാവും ഇത് അതാണ് ഉദ്ദേശിച്ചേക്കണേ എന്നുള്ളത് പിടികിട്ടും. എനിവേ സ്വാഗർ തൻ്റെ റൈഫിൾ എടുത്ത് കാടിൻ്റെ നടുവിൽ ഈ ഒരു അറ്റംപ്റ്റ് പോസിബിൾ ആകണോ, ഇത്ര ദൂരത്തു നിന്ന് ഷൂട്ട് ചെയ്യാൻ സാധിക്കുമോ എന്നുള്ളത് ടെസ്റ്റ് ചെയ്ത് നോക്കും. ആൻഡ് ഈ ഫൗണ്ട് ഇറ്റ് ഈസ് പോസിബിൾ. അതുകൊണ്ട് തന്നെ പ്രസിഡൻറ്റിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടി ഇവൻ രംഗത്തിറങ്ങും. കേണലിനായിട്ട് കോൺടാക്ട് ചെയ്യും. പ്രസിഡൻറ്റ് വരാൻ ചാൻസുള്ള സ്ഥലങ്ങളും അതിൻ്റെ ഐറ്റിനറി ഡീറ്റെയിൽസ് കേണൽ കൊടുക്കും. ഇയാൾ പോയി ഓരോയിടത്തും പോയി നിരീക്ഷിച്ച് അതെല്ലാം നോട്ട് ചെയ്ത് ഒരു റിപ്പോർട്ടാക്കി കേണലിന് കൊടുക്കും. അപ്പോൾ റിപ്പോർട്ട് പ്രകാരം ഏത് സ്ഥലം, അതിൻ്റെ ഏത് വശത്തു നിന്ന് വെടിവരാൻ സാധ്യതയുണ്ട്, അതിൻ്റെ കാറ്റിൻ്റെ ദിശ എങ്ങോട്ടേക്കായിരിക്കും, അതിൻ്റെ വേഗത തുടങ്ങി എല്ലാ കാര്യങ്ങളും മൈന്യൂട്ട് ഡീറ്റെയിൽസും ഇത് തയ്യാറാക്കി നമ്മുടെ സ്വാഗർ കേണലിന് കൊടുക്കും. അങ്ങനെ പ്രസിഡൻറ്റ് സംസാരിക്കുന്ന അല്ലെങ്കിൽ പബ്ലിക്കായിട്ട് അപ്പിയർ ചെയ്യുന്ന ദിവസം വരുന്നു. സ്വാഗറിനെയും ഇവരുടെ സെക്യൂരിറ്റി ഡീറ്റെയിൽ ഇൻക്ലൂഡ് ചെയ്യാൻ കേണൽ ശ്രദ്ധിക്കും. സ്വാഗർ ആദ്യം എതിരെ പറയുമെങ്കിലും ഇതിൻ്റെ എന്തെങ്കിലും മിസ്സായി പോയിട്ടുണ്ടെങ്കിൽ ലാസ്റ്റ് മിനിറ്റ് എന്തെങ്കിലും ശ്രദ്ധിക്കണമെങ്കിൽ ഒന്ന് നോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് സ്വാഗറിനെ കൂടെ കൂട്ടുന്നത്. പ്രസിഡൻറ്റ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ഇവർ വളരെ ദൂരെ നിന്ന് ഒരു ബൈനോക്കുലർ വഴി കാണുകയാണ്. അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കെ പെട്ടെന്ന് സ്വാഗറിൻ്റെ ഉള്ളിൽ ഒരു ചങ്കിടിപ്പ് വരുന്നു. അതായത് എവിടെയോ ഒരു സ്നൈപ്പർ റെഡി ആയിട്ടുണ്ട്. അയാളുടെ കാഞ്ചി വലിക്കാൻ തയ്യാറായി ഗണ്ണ് ലോഡ് ചെയ്തിട്ടുണ്ട്. അവനിപ്പോൾ വെടി പൊട്ടിക്കും എന്നുള്ളൊരു സൂചന സ്വാഗർ കേണലിന് കൊടുക്കുന്ന ആ നിമിഷം പ്രസിഡന്റ് നേരെ ഒരു വെടി ഉതിർത്തിരിക്കുന്നു. പ്രസിഡന്റ് മറിഞ്ഞു വീഴുകയും ചെയ്യുന്നു. എന്താണ് സംഭവിച്ചതെന്ന് സ്വാഗർ തിരിച്ചറിയുന്നതിന് മുമ്പ് സ്വാഗറിൻ്റെ പിന്നിൽ നിന്ന് സ്വാഗറിനെതിരെ വെടി വരുന്നു. സ്വാഗറിനെ വെടിവെച്ചത് തന്നെ കുറച്ചു മുമ്പേ പരിചയപ്പെടുത്തിയ ഒരു ബീറ്റ് പോലീസുകാരനാണ്. അയാളിൽ എല്ലാവരും അവിടെ നിൽക്കുകയാണ് ഈ സ്വാഗറിനെതിരെ അറ്റംപ്റ്റ് നടത്തിയത്. സ്വാഗറിനെ പ്രസിഡന്റിനെ കൊല്ലാൻ ശ്രമിച്ചിട്ട് ആ കുറ്റം ഇവൻ്റെ തലയിലേക്ക് കെട്ടിവെക്കാനുള്ള ശ്രമമാണെന്ന് പെട്ടെന്ന് തന്നെ സ്വാഗർ മനസ്സിലാക്കുന്നു. ചതി മനസ്സിലായ സ്വാഗർ അവിടെ നിന്ന് ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കുന്നു. ശരീരം നിറയെ വെടി കൊണ്ടിട്ടുള്ളത് കൊണ്ടും അതിജീവിക്കണമെന്ന ചിന്ത അയാളെ മുന്നോട്ട് നയിക്കുന്നുണ്ട്. ഈ ഓട്ടത്തിനിടയിൽ വഴിയിൽ റോന്തി ചുറ്റിക്കൊണ്ടിരിക്കുന്ന, അതായത് പ്രസിഡന്റിന് പലതരം സെക്യൂരിറ്റി ഡീറ്റെയിൽസ് ഉണ്ട്, അതിനകത്ത് FBI സെക്യൂരിറ്റി ഡീറ്റെയിലും ഉണ്ട്. അങ്ങനെ ഒരു ന്യൂലി റിക്രൂട്ടഡ് FBI ഏജൻറ്റിനെ ഇയാൾ കണ്ടുമുട്ടുകയും FBI ഏജൻറ്റ് ഇയാൾ അറ്റാക്ക് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ സ്വാഗർ ഇയാളെ നിർവീര്യമാക്കി താൻ നിരപരാധിയാണെന്നുള്ളൊരു കാര്യം പറഞ്ഞുകൊണ്ട് വീണ്ടും ഓടി രക്ഷപ്പെടുന്നു. സ്വാഗർ രക്ഷപ്പെട്ട ആ ഒരു സ്പോട്ടിലേക്ക്, അതായത് വെടി ഉതിർത്തു എന്ന് പറയുന്ന ആ സ്ഥലത്തേക്ക് ഉടനെ തന്നെ സ്വാഗറിൻ്റെ വീട്ടിൽ നിന്ന് ഈ കേണലിൻ്റെ ടീം പൊക്കിയ അവൻ്റെ സ്വന്തം സ്നൈപ്പർ റൈഫിൾ കൊണ്ടുവന്ന് വെച്ച് ആ രംഗം മൊത്തം സജ്ജീകരിച്ച് ഇവനാണ് വെടി പൊട്ടിച്ചതെന്നുള്ള രീതിയിലാക്കി എല്ലാ ഉത്തരവാദിത്വവും ഇവൻ്റെ തല്ലേക്കങ്ങ് വെച്ച് കൊടുക്കും. ഇതേ സമയം സ്വാഗർ ഓട്ടത്തിനിടയിൽ എവിടെന്നോ ഒരു കാറ് ജാക്ക് ചെയ്ത് അതിൽ രക്ഷപ്പെടാൻ ശ്രമിക്കുന്നു. പിന്നീട് അങ്ങോട്ടൊരു വമ്പൻ ചേസാണ് അവിടെ നടക്കുന്നത്. അതിൻ്റെ അവസാനം എങ്ങനെയോ വെള്ളത്തിലൊക്കെ ചാടി ഒരു കണക്കിന് രക്ഷപ്പെട്ട് താൻ ഇത്രയും നാളും പട്ടാളത്തിൽ ഇത്തരത്തിൽ എനിമി ഗ്രൗണ്ടിൽ എങ്ങനെ സർവൈവ് ചെയ്യാമെന്നുള്ള സകല അറിവ് ഉപയോഗിച്ച് തൻ്റെ മുറിവുകൾ സ്വയം തുന്നിക്കെട്ടി പരിചരിച്ച് അതിന് വേണ്ട സാധനങ്ങളൊക്കെ സംഘടിപ്പിക്കുന്നു. അങ്ങനെ ഒരു റാംബോ ലെവലിലുള്ള സർവൈവൽ നമുക്ക് പിന്നീട് അങ്ങോട്ട് സ്വാഗറിൻ്റെ ഭാഗത്തുനിന്ന് കാണാൻ പറ്റും. നേരത്തെ പറഞ്ഞു സ്വാഗർ ഒറ്റക്കാണ്, സ്വാഗറിനെ സഹായിക്കാൻ ആരുമില്ല. എങ്കിലും സ്വാഗർ ഒരു അവസാന വട്ട ശ്രമം എന്ന പോലെ തൻ്റെ പഴയ സ്പോട്ടർ ഡോണിയുടെ വിധവയെ കാണാൻ വേണ്ടി ചെല്ലും. വിധവയുമായി ഇടയ്ക്കിടയ്ക്ക് ഒരു ആശയവിനിമയമോ ഉണ്ട്. ആ ഒരു പരിചയത്തിലാണ് സ്വാഗർ പോകുന്നത്. ഡോണിയുടെ വൈഫ് സാറയ്ക്കാണെങ്കിൽ ഇവൻ്റെ ഈ വരവ് പെട്ടെന്ന് അങ്ങോട്ട് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയില്ല. ഒരു ചെറിയ സംശയത്തോടു കൂടിയാണ്
സ്വാഗറിനെ സ്വീകരിക്കുന്നത്. സ്വാഗർ പറയും, ഒന്നെങ്കിൽ എന്നെ കൊല്ലുക അല്ലെങ്കിൽ എന്നെ പോലീസിനെ ഏൽപ്പിച്ചു കൊടുക്കുക, നീ എന്താ ചെയ്താലും ഞാൻ ആക്സെപ്റ്റ് ചെയ്യാം, ഒന്നുമില്ലെങ്കിൽ ആ തോക്ക് മാറ്റി വെച്ചിട്ട് എന്നെ ഒന്ന് പരിചരിക്കാൻ വേണ്ടി പറയും. സാറ എന്തോ സ്വാഗറിനെ പരിചരിക്കുന്നു, അവൻ്റെ പൂർവ്വാരോഗ്യ അവസ്ഥയിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുന്നു. ഒന്ന് നിൽക്കാൻ സാധിക്കുന്ന ഒരവസ്ഥയിലെത്തുമ്പോൾ പ്രസിഡന്റിനെതിരായിട്ടുള്ള വധശ്രമത്തിൽ ഇവനെ മുഖ്യ കുറ്റവാളിയാക്കി മാറ്റി രാഷ്ട്രത്തിൻ്റെ തന്നെ ഏറ്റവും വലിയ ശത്രുവാക്കി മുദ്രകുത്തി ന്യൂസിലും എല്ലായിടത്തും ഇവൻ്റെ തല, ഇവൻ്റെ ഫുൾ ഫിഗർ വരുന്നു. ഇവൻ്റെ മോട്ടീവ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പണ്ട് ഇവനെ യുദ്ധക്കളത്തിൽ ഉപേക്ഷിച്ച് കളഞ്ഞ ഒരു പട്ടാള നടപടി ഉണ്ടല്ലോ, അന്ന് മുതൽ ഇവന് അമേരിക്കയോടും അമേരിക്കൻ പട്ടാളത്തോടും വിദ്വേഷമാണെന്നും ഇതിനെല്ലാത്തിൻ്റെയും പ്രധാന നേതാവെന്നുള്ള രീതിയിൽ പ്രസിഡന്റിനെതിരെ അറ്റാക്ക് നടത്തുന്നു. ഒരു ഡൊമസ്റ്റിക് ടെററിസം എന്നുള്ളൊരു ആശയത്തിലേക്ക് കൊണ്ടുവരുന്നു. ഈസി ആയിട്ട് എല്ലാവരും വെള്ളം തൊടാതെ വിഴുങ്ങുന്നു. എന്നാൽ സ്വാഗറിന് തൻ്റെ നിരപരാധിത്വം തെളിയിക്കണമെന്നുള്ള ആഗ്രഹം വന്നു. സ്വാഗർ നേരത്തെ ഇടിച്ചിട്ട ആ FBI ഏജൻ്റ് ഉണ്ടല്ലോ, അയാളാണെങ്കിൽ കൃത്യവിലോപം കാണിച്ചു എന്നുള്ള രീതിയിൽ ഏജൻസിയുടെ അന്വേഷണം നേരിട്ടുകൊണ്ടിരിക്കുക. അയാളെ ബെയ്റ്റ് ചെയ്യാൻ, അഥവാ അയാളെ ഇതിലേക്ക് അന്വേഷിപ്പിക്കാൻ വേണ്ടി, ഇവരുടെ ഇതിനകത്ത് ഇൻവോൾവ് ചെയ്യാൻ സ്വാഗർ ഒരു പദ്ധതി ഇടുന്നു. അതിൽ സാറയെ ഉൾക്കൊള്ളിക്കാൻ സ്വാഗറിന് ആദ്യം താല്പര്യമില്ലെങ്കിലും സാറ സ്വയം വോളണ്ടിയർ ചെയ്യും, ഞാൻ സഹായിക്കാമെന്നും പറഞ്ഞ് വരും. അപ്പോൾ സ്വാഗർ നേരത്തെ ഒരു ഫോട്ടോ എടുത്തിട്ടുണ്ട്. സ്വാഗർ പറയും, ഗവൺമെൻറ് വണ്ടിയാകുമ്പം രജിസ്റ്റർ നമ്പർ അവർ ചിലപ്പോൾ കള്ള നമ്പർ ഉപയോഗിച്ചെങ്കിലും എൻജിൻ്റെ അവിടെ ഞാൻ ഈ വണ്ടിയുടെ ചാസിസിൻ്റെ വിൻ നമ്പർ ഉണ്ട്, ഈ വിൻ നമ്പർ മാറ്റത്തില്ല, അതുപയോഗിച്ചൊന്ന് സെർച്ച് ചെയ്ത് നോക്കാൻ ഉള്ളൊരാശയം പറഞ്ഞു കൊടുക്കും. സാറ ഡ്രസ്സൊക്കെ മാറി വിഗൊക്കെ വെച്ചൊരു വേറൊരാളായിട്ട് ഈ പറയുന്ന FBI ഏജൻറ്റിൻ്റെ പേരാണ് നിക്ക് മെംഫിസിനെ കോണ്ടാക്ട് ചെയ്ത് ഈ കാര്യങ്ങൾ കൈമാറുന്നു. ഇതേ സമയം കൈ കിട്ടിയ കുറ്റവാളിയെ വേണ്ട വിധത്തിൽ കൈകാര്യം ചെയ്യാതെ മൊത്തം FBI ഏജൻസിക്ക് തന്നെ നാണം കെടുത്തിയ നമ്മുടെ സ്പെഷ്യൽ ഏജൻറ്റ് നിക്കിന് ഏജൻസിയിൽ നിന്ന് അന്വേഷണം നേരുകയാണ്. സസ്പെൻഷനെല്ലാം മുന്നിൽ കണ്ട് നിൽക്കുക. പക്ഷേ അപ്പോഴും നിക്കിന് ഒരു സ്വൈര്യമില്ല. തൻ്റെ കയ്യിൽ നിന്ന് പോയത് ആക്ച്വലി ഒരു കുറ്റവാളിയാണോ, അല്ലെങ്കിൽ അവൻ പറയുന്നതിൽ വല്ല ശരിയുണ്ടോ എന്നുള്ള ആ ഒരു പ്രശ്നം, ആ ഒരു സമസ്യ ഇവനെ അലട്ടിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാ ആൽഫബറ്റിക് ഏജൻസിയും സ്വാഗറിൻ്റെ പിന്നാലെ പോകുമ്പോൾ നിക്ക് മാത്രം ഷൂട്ടറിൻ്റെ പിന്നാലെ അന്വേഷിച്ചു പോകുന്നു. നിക്ക് കൃത്യമായ സംശയങ്ങൾ എല്ലാം ക്രോഡീകരിച്ച് അവൻ്റെ സീനിയർ ഓഫീസറിന് പങ്കുവെക്കുന്നു. അതിൻ്റെ പ്രധാന ട്വിസ്റ്റ് എന്താണെന്ന് വെച്ചാൽ, പ്രസിഡൻറ്റ് ആക്ച്വലി മരിച്ചിട്ടില്ല, പ്രസിഡൻറ്റ് രക്ഷപ്പെട്ടിട്ടുണ്ട്. പ്രസിഡൻറ്റ് മരിച്ചു, പ്രസിഡൻറ്റ് കൊന്നു എന്നൊക്കെയുള്ളൊരു ആശയമാണെങ്കിലും തുടർന്നുള്ള ദിവസങ്ങളിൽ മനസ്സിലാവും ഇറ്റ് ഈസ് ആൻ അസാസിനേഷൻ അറ്റംപ്റ്റ്. വെടിമാറി പ്രസിഡൻറ്റ് തൊട്ടടുത്തിരുന്ന ഒരു ബിഷപ്പിനാണ് കൊണ്ടത്. നിക്കിൻ്റെ സംശയങ്ങൾ ഇവയാണ്. അതായത് പ്രസിഡൻറ്റിനെതിരെ വെടിയൊച്ച കേട്ട് സ്വാഗർ വെടിവെച്ചു എന്ന് പറഞ്ഞ ആദ്യം മൊഴി കൊടുക്കുന്നത് ഒരു ബീറ്റ് പോലീസാണ്. നമ്മൾ പറഞ്ഞു ആദ്യം ഇവനെ വെടിവെക്കുന്ന ഒരു ബീറ്റ് പോലീസുകാരനുണ്ട്. അയാൾ കെട്ടിടത്തിൻ്റെ ഫ്രണ്ടിൽ ഒരു ബാരൽ പുറത്തേക്ക് നിൽക്കുന്നത് കണ്ടിട്ട് അതെന്താണെന്ന് അന്വേഷിക്കാൻ വേണ്ടി പോയതാണ്. എന്നാൽ പൊതുവേ സ്നൈപ്പേഴ്സിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരിക്കലും ബാരൽ പുറത്തേക്ക് തള്ളി നിൽക്കത്തില്ല, അത് ഉള്ളിലേക്ക് ഒതുങ്ങിയേ വെക്കാറുള്ളൂ. അത് തന്നെ അവിടെ എന്തോ ഒരു സെറ്റപ്പ് വന്നിട്ടുണ്ടെന്ന് മനസ്സിലായി. അതിനെക്കുറിച്ച് കൂടുതൽ അന്വേഷിക്കാമെന്ന് വെച്ചപ്പോഴോ ഈ ബീറ്റ് പോലീസുകാരൻ ദുരൂഹ സാഹചര്യത്തിൽ മോഷണശ്രമം പാളിപ്പോയി അയാൾ മരണപ്പെട്ടതായിട്ട് കാണാൻ പറ്റും. രണ്ടാമത്തെ നിക്കിൻ്റെ പ്രോബ്ലം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവനെതിരെ വെടിയേറ്റു എന്ന് പറഞ്ഞതിൻ്റെ 3-ാമത്തെ മിനിറ്റിൽ എല്ലാ ആൽഫബറ്റിക് ഏജൻസിയിലും സ്വാഗറിനെ കുറിച്ചുള്ള സകല ഡീറ്റെയിൽ, ഫിംഗർ പ്രിൻറ്റ്, സകലതും അങ്ങനെ എല്ലാം വന്നു. ഒരു പ്രാഥമിക അന്വേഷണം നടത്തുകയോ അല്ലെങ്കിൽ കുറ്റവാളി ഇവനാണോ ഇല്ലയോ എന്ന് തെളിയിക്കാനോ ഒന്നും ശ്രമിക്കുന്നതിന് മുമ്പേ ഇവനാണ് കുറ്റവാളി എന്നും പറഞ്ഞുകൊണ്ടാണ് ഈ സാധനങ്ങളെല്ലാം ചറവറാന്ന് വരുന്നത്. അപ്പോൾ സാധാരണ ഒരു അന്വേഷണത്തിനുള്ള ഒരു സമയം പോലും എടുക്കാതെ പെട്ടെന്ന് ഒരു അൺനോൺ സോഴ്സ് നിന്ന് തെളിവുകൾ ഇങ്ങനെ ജലധാരയായിട്ട് ഒഴുകി വരുന്നത് നിക്കിൽ സംശയം ഉണ്ടാക്കുന്നു. മൂന്നാമത്തത്, നിക്ക് സ്വാഗറിൻ്റെ പഴയ കുറച്ച് ട്രാക്ക് റെക്കോർഡ്സ് ഒക്കെ എടുത്ത് നോക്കും. അതിൽ സ്വാഗറിൻ്റെ ഉന്നത്തിൽ കൊള്ളിക്കാനുള്ള കഴിവ്, അതിനിവിടെ ഷൂട്ടിങ്ങിൽ ഗ്രൂപ്പിംഗ് എന്ന് പറയും, അത് നോക്കുന്നുണ്ട്. അത് ഇത്ര യാർഡ്സിൽ എത്ര കൃത്യമായി കൊള്ളിക്കാനുള്ള സ്വാഗറിൻ്റെ കഴിവിനെ ഈ നിക്ക് ഒന്നും കൂടി പറയും. അപ്പോൾ അത്രയും കഴിവുള്ള ഒരു മനുഷ്യൻ പ്രസിഡൻറ്റിനും ബിഷപ്പിനും നേർക്കെയുള്ള അകലം ഇത്ര ഡിസ്റ്റൻസ് കൃത്യമായിട്ടുണ്ട്. സിനിമ കണ്ടവർക്ക് മനസ്സിലായി ഞാൻ ഈ പറഞ്ഞ ടെക്നിക്കൽ ഐഡിയ. എങ്കിലും പ്രസിഡൻറ്റിന് വെടികൊള്ളാതെ എങ്ങനെ ഉന്നം മാറി ബിഷപ്പിന് കൊണ്ടുവന്നുള്ളത് നിക്കിന് വീണ്ടും സംശയം ഉണ്ടാക്കി. അതുകൊണ്ട് തന്നെ പ്രസിഡൻറ്റ് തന്നെയാണോ ശരിയായ ടാർഗറ്റ് എന്ന ഒരു ചെറിയൊരു ഡൗട്ട് നിക്കിലുണ്ടാവുന്നു. അങ്ങനെ നിക്ക് ഒരു ഞെട്ടലോടെ മനസ്സിലാക്കുന്നു,
ദ പ്രസിഡൻറ്റ് വാസ് നോട്ട് ദി ആക്ച്വൽ ടാർഗറ്റ്, ഇറ്റ് ഈസ് ആക്ച്വലി ഇൻറ്റൻഡഡ് ഫോർ ദ ബിഷപ്പ്. നമ്മുടെ മുംബൈ പോലീസിൽ പൃഥ്വിരാജ് അന്വേഷണം മാറ്റിമറിക്കുന്നത് പോലെ വെടിവന്ന സ്ഥലത്ത് തോക്ക് കണ്ടെത്തിയ സ്ഥലവും വേറെയാണ്. തോക്ക് കണ്ടെത്തിയ സ്ഥലത്ത് മാത്രമേ പോലീസ് അന്വേഷിക്കുന്നുള്ളൂ. എന്നാൽ വെടി വരാൻ ചാൻസ് ഉള്ള പല ലൊക്കേഷനുകൾ നോക്കിയ നിക്ക് ഒരു പർട്ടിക്കുലർ ബെൽ ടവർ കണ്ടെത്തുകയും ആ ബെൽ ടവറിൻ്റെ അവിടെ ഒരു ഗൺ അസംബിൾ ചെയ്തിരിക്കുന്നതിൻ്റെ സകല തെളിവുകളും കിട്ടും. അപ്പോൾ അവിടെ വെച്ചിട്ടാണ് ആക്ച്വലി വെടി പൊട്ടിച്ചിരിക്കുന്നതെന്ന് മനസ്സിലാവും. അങ്ങനെ സ്വാഗർ നിരപരാധിയാണെന്നുള്ളൊരു അനുമാനത്തിൽ നിക്ക് എത്തിച്ചേരുകയാണ്. എന്തു തന്നെയായാലും തന്നെ മുന്നിൽ നിർത്തി പിന്നണിയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഏതോ ഒരു നിഗൂഢമായ ശക്തിയെ പുറത്തു കൊണ്ടുവരാൻ FBI ഏജൻറ്റ് നിക്കിന് ഉപയോഗിക്കാൻ സ്വാഗർ തയ്യാറായി നമ്മുടെ സാറയെ വിടുന്നതും ഏതാണ്ട് ഇതേ സമയത്ത് തന്നെയാണ്. ഞാനിതിനു മുമ്പ് ചെയ്തിട്ടുള്ള A-Team എന്ന സിനിമയിൽ നമ്മുടെ ടീമിനെതിരെ ലിഞ്ച് എന്ന് പറഞ്ഞ CIA ഏജൻറ്റ് പണി നടത്തുമ്പോൾ ഫേസ്മാൻ പെക്ക് ഇവനെ പുറത്തു കൊണ്ടുവരാൻ ഒരു പ്ലാൻ ഇടും. ഡിസ്ട്രാക്ഷൻ, ഡൈവേർഷൻ, ഡിവിഷൻ. ഇതുപോലെ ഒരു പ്ലാൻ നമ്മുടെ സ്വാഗറും തയ്യാറാക്കും. അതിൻ്റെ ആദ്യത്തെ സ്റ്റെപ്പാണ് എല്ലാ ആൾക്കാരും സ്വാഗറിനെ തേടുന്നതിൽ നിന്ന് ഒന്ന് ഡിസ്ട്രാക്റ്റ് ചെയ്യാൻ വേണ്ടി ഇവനെ തേടുന്ന യഥാർത്ഥ കേണൽ ജോൺസൺ എന്ന് പറയുന്ന വ്യക്തിയുടെ ശ്രദ്ധ കുറച്ച് നേരത്തേക്ക് നമ്മുടെ നിക്കിലേക്കാക്കണം. അതിന് നമ്മൾ നിക്കിന് മറ്റേ തെളിവുകളൊക്കെ കൊടുത്ത് നിക്കിനെ കൊണ്ട് ഈ പറയുന്ന വണ്ടിയുടെ വിൻ നമ്പർ FBI ഡാറ്റാബേസിൽ സെർച്ച് ചെയ്യിപ്പിക്കും. സെർച്ച് ക്വറി കൊടുത്തു കഴിയുമ്പോൾ ആരാണ് കൊടുത്തത് എന്നുള്ളത് ഓട്ടോമാറ്റിക്കായിട്ട് ഫ്ലാഗ് ചെയ്യുകയും കേണൽ ജോൺസൺ അലേർട്ട് ആവുകയും ചെയ്യും. അങ്ങനെ സ്വാഗർ പ്രതീക്ഷിച്ചതുപോലെ നിക്കിൻ്റെ ഡിസിപ്ലിനറി ഹിയറിംഗ് നടക്കുന്നതിൻ്റെ അന്ന് കാലത്ത് കേണൽ ജോൺസൺ അവനൊരു ടീം നിക്കിൻ്റെ തട്ടിക്കൊണ്ടുപോയി ഒരു ഒറ്റപ്പെട്ട സ്ഥലത്ത് കൊല്ലാൻ വേണ്ടി ശ്രമിക്കും. അതിന് വേണ്ടി ഒരു പ്രത്യേക കോൺട്രാപ്ഷൻ ഉണ്ടാക്കും. അതായത് സ്വന്തം കൈ ഉപയോഗിച്ച് തന്നെ ഷൂട്ട് ചെയ്യുന്ന രീതിയിൽ ഗണ്ണ് വെച്ചിട്ട് ഷൂട്ട് ചെയ്യിക്കുന്ന രീതിയിൽ ഒരു പ്രത്യേക സെറ്റപ്പൊക്കെ ഉണ്ടാക്കിയിട്ടാണ് ഇരിക്കുന്നത്. ആ സാധനത്തിൽ കൂടെ ഇയാളുടെ സിസ്റ്റത്തിൽ കുറേ മയക്കുമരുന്നുകളും കയറ്റിയിട്ടുണ്ട്. ആത്മഹത്യാക്കുറിപ്പും തയ്യാറാക്കി. ഇങ്ങനെ ഇവരെ കൊല്ലാൻ വേണ്ടി നിൽക്കുമ്പോഴാണ് റെഡിയാക്കിക്കൊണ്ടിരിക്കുന്ന 3 പേരിൽ ഒരാൾ പെട്ടെന്ന് വെടിയേറ്റ് വീഴും. തുടർന്ന് 2 പേര് വെടിയേറ്റ് വീഴും. നിക്കിന് എന്താ സംഭവിക്കണമെന്ന് കൃത്യമായിട്ട് കാണില്ല. പെട്ടെന്ന് ദൂരെ ഒരു വഞ്ചിയിൽ ആരോ ഒരു ഹണ്ടിങ് റൈഫിൾ ഉപയോഗിച്ച് 3 പേരെയും തീർത്തതായിട്ട് കാണും. അത് സ്വാഗറാണ്. സ്വാഗർ നിക്കിനെ രക്ഷിച്ചു. അപ്പോൾ ഇവൻ നിക്ക് രക്ഷിക്കുന്നതിൻ്റെ ഇടയിൽ സ്വാഗറിനോട് പറയും, എടാ നീ നിരപരാധിയാണെന്ന് ഞാൻ വിശ്വസിക്കാം, നിനക്കതിന് നല്ല തെളിവുകളുണ്ട്, നമുക്കത് തെളിയിക്കാൻ പറ്റുമെന്ന് പറയും. സ്വാഗർ സമ്മതിക്കില്ല. എൻ്റെ തോക്കെടുക്കാൻ വേണ്ടി എൻ്റെ വീട്ടിൽ കയറി എൻ്റെ പട്ടിയെ വരെ അവന്മാർ കൊന്നു കളഞ്ഞു, അവന്മാരെ ഞാൻ വെറുതെ വിടില്ല എന്ന് പറയും. പട്ടിയെ തൊട്ടാൽ എന്ത് സംഭവിക്കും എന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരേണ്ട ആവശ്യമില്ലല്ലോ. പിന്നീട് ഇവർ 2 പേരും കൂടി അന്വേഷിച്ച് അത് ആ അന്വേഷണത്തിൻ്റെ ഗതി എന്ന് പറഞ്ഞ് ചെല്ലുന്നത് സ്വാഗറിൻ്റെ അതായത് സിനിമയുടെ ആദ്യമേ കാണിച്ച ആ ദൗത്യത്തിലാണ്. അതായത് എത്യോപ്യയിൽ ഇവരൊരു ടീമിന് ഗ്രൗണ്ട് സപ്പോർട്ട് കൊടുക്കുന്നുണ്ട്. ഈ ഗ്രൗണ്ട് സപ്പോർട്ട് വേറെ ഏതോ രഹസ്യ സ്വഭാവമുള്ളൊരു ദൗത്യം കഴിഞ്ഞ് വരികയാണ്. ശരിക്കും അവിടെ എന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ ആഫ്രിക്കയിലുള്ള ഒരു ഗോത്രവർഗത്തെ മൊത്തത്തിൽ ഉന്മൂലനം നടത്തി തിരികെ വരുന്ന കേണലിൻ്റെ ഹിറ്റ് സ്ക്വാഡിന് സംരക്ഷണം നൽകുകയായിരുന്നു ഇവർ. ആ അറിവ് ഇവന് വളരെ വൈകി തിരിച്ചറിവ് ആയി കിട്ടുന്നു. ആ ഗ്രാമത്തിലൂടെ അമേരിക്കൻ കോർപ്പറേഷന് വേണ്ട ഒരു ഓയിൽ പൈപ്പ് ലൈൻ കടത്തിവിടാൻ വേണ്ടിയിട്ടാണ് ഈ കേണലും കൂട്ടനും ശ്രമിക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇവരെല്ലാവരും തീർത്തത്. ഇതിൻ്റെ പിന്നിൽ ഒരു സെനറ്ററും ഉണ്ടെന്ന് സ്വാഗറിൻ്റെ അന്വേഷണത്തിൽ തെളിയും. ഈ സത്യം പ്രസിഡൻറ്റിനെ ബോധിപ്പിക്കാൻ വന്നതാണ് ആ ബിഷപ്പ്. അതുകൊണ്ട് ബിഷപ്പിനെ തീർക്കുക എന്നുള്ളത് കേണലിൻ്റെ ആവശ്യമാണ്. അങ്ങനെ ഇവർ 2 പേരും കൂടി ഒന്നിച്ച് വില്ലന്മാർക്കെതിരെ ഒരു പാരലലായിട്ട് മൂവ് ചെയ്യണ സമയത്ത് വില്ലന്മാർ സ്വാഗറിനെ പൂട്ടാൻ വേണ്ടി അന്വേഷിച്ച് ഡോണിയുടെ വിധവ സാറയിലേക്ക് എത്തുകയും സാറയെ അബ്ഡക്റ്റ് ചെയ്യുകയും ചെയ്യുന്നു. പിന്നെ സാറയെ മുൻനിർത്തിയിട്ടാണ് സ്വാഗറുമായിട്ട് വിലപേശുന്നത്. പിന്നീട് കഥ എന്താവുന്നുള്ളത് ക്ലൈമാക്സിലേക്ക് എത്തുന്നു. ഇതാണ് ഇതിൻ്റെ പ്രധാന കഥ. ഇതിനകത്ത് 1-2 രംഗങ്ങൾ അല്ലെങ്കിൽ നല്ല നല്ല മുഹൂർത്തങ്ങളുള്ളതിൽ ഒന്ന്, നമ്മുടെ നിക്കും സ്വാഗറും കൂടി ഗൺസിനെ കുറിച്ച് അറിയാൻ അല്ലെങ്കിൽ ഷൂട്ടറിനെ കുറിച്ച് അറിയാൻ വേണ്ടി ഒരു റാഞ്ചിലേക്ക് പോയി അവിടെ സകല വെപ്പൺസിനെ കുറിച്ചും അല്ലെങ്കിൽ അത് ഉപയോഗിക്കുന്ന ആൾക്കാരെ കുറിച്ചിട്ടുള്ളൊരു ഡാറ്റാബേസ് ഉള്ളൊരു പഴയൊരു മനുഷ്യനെ കാണിക്കും. അയാൾ ഇവരെക്കുറിച്ച് വെറുതെ തോക്കോ അല്ലെങ്കിൽ രൂപം കണ്ട് അപ്പം തന്നെ ഓർത്ത് പറയുന്ന ഒരു മനുഷ്യൻ. അത് നല്ല രസമുള്ളൊരു രംഗമാണ്. ഇതിൻ്റെ അവസാനത്തേക്ക് എത്തുമ്പോൾ മഞ്ഞുമലയിലുള്ള ഒരു സ്റ്റാൻഡ് ഓഫ് ഷൂട്ടിംഗ് സീൻ, അതും അടിപൊളിയാണ്. അതിൻ്റെ തുടർച്ചയായിട്ട് ഈ സെനറ്ററും സ്വാഗറും തമ്മിലുള്ള സംഭാഷണമുണ്ട്. അതാണ് ഈ സിനിമയുടെ പ്രധാനമായിട്ടുള്ള അല്ലെങ്കിൽ അതാണ് ഇതിൻ്റെ കാതൽ.
ലോകത്ത് നടന്നുകൊണ്ടിരിക്കുന്ന സകല ചൂഷണങ്ങളും ഉപജാപങ്ങളും എല്ലാം അതിൻ്റെ ആശയം ഈ സംഭാഷണത്തിലുണ്ട്. ഇവരുടെ സംഭാഷണം അവസാനിക്കുന്നത് FBI ഇവരെല്ലാവരും അറസ്റ്റ് ചെയ്യുന്നിടത്താണ്. ശേഷം ഇവരെല്ലാവരെയും വിചാരണ നേരിടുകയും സ്വാഗറിനെ കൊലപാതകയാണെന്നുള്ള ആശയത്തിലേക്ക് മുന്നോട്ട് കൊണ്ടുവരുന്നു. ആ വിചാരണ കൊണ്ടുവരികയും സ്വാഗർ വരുമ്പോൾ സ്വാഗർ പറയും ഈ സ്വാഗറിൻ്റെ ഫ്രണ്ടിൽ അവൻ ഉപയോഗിച്ച തോക്ക് കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. ഇവരെ ഹിയറിങ് നടത്തുന്നിടത്ത് നമ്മുടെ കേണൽ ജോൺസൺ ഒന്നിപ്പുണ്ട്. സ്വാഗറിൻ്റെ അടുത്ത് തോക്ക് കാണിച്ചിട്ട് ഇതിലാണ് വെടിവെച്ചതെന്ന് പറഞ്ഞ് നൈസായിട്ട് നിക്ക് എന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനിടാൻ വേണ്ട ഒരു തീര സ്വാഗറിൻ്റെ കയ്യിൽ കൊടുക്കും. സ്വാഗർ ആ തീര ഗണ്ണിൽ ലോഡ് ചെയ്തിട്ട് ഇവർക്ക് നേരെ തോക്ക് പിടിക്കും. എന്നിട്ട് നേരെ കേണൽ ജോൺസൻ്റെ നേരെ പിടിച്ചിട്ട് ഗണ്ണ് വെടി പൊട്ടിക്കും. പക്ഷേ വെടി പൊട്ടുന്നില്ല. കാരണം സ്വാഗർ എപ്പോഴും ഒരു സ്ഥലത്തേക്ക് പോകുമ്പോൾ അവൻ എല്ലാ വെപ്പൺസിൻ്റെയും ഫയറിംഗ് പിൻ ഊരിവെക്കും. ഫയറിംഗ് പിൻ ഇല്ലാത്ത തോക്കും കൊണ്ടാണ് ഇവർ ഇത്ര നേരം തൊടുവെന്നും പറഞ്ഞ് നടന്നു വെച്ചത്. ഫയറിംഗ് പിൻ ഇല്ലാത്ത തോക്കിൽ നിന്ന് വെടി പൊട്ടിക്കാൻ സാധിക്കില്ല എന്നുള്ളത് മനസ്സിലായി. അങ്ങനെ സ്വാഗറിനെ നിരപരാധിയായിട്ട് പുറത്തേക്ക് വിടും. എന്നാൽ കേണൽ എത്യോപ്യയിൽ നടത്തിയ നരഹത്യയെക്കുറിച്ചുള്ള തെളിവുകൾ നിക്ക് കൊടുത്തിട്ടുണ്ടെങ്കിലും അമേരിക്കയ്ക്ക് പുറത്ത് നടന്ന ഒരു കുറ്റത്തിന് ശിക്ഷ കൊടുക്കാൻ ഇവിടെ സാധിക്കില്ല എന്നും പറഞ്ഞ് അവിടെ വലിയ വർത്തമാനം പറഞ്ഞുകൊണ്ടിരുന്ന എല്ലാവരും കൈകഴുകും. മൊത്തം നിയമസംഹിതയെ കളിയാക്കിക്കൊണ്ട് കേണലും സെനറ്ററും രക്ഷപ്പെടുന്നു. അന്നേരം ഇതിനെല്ലാം സാക്ഷ്യം വഹിച്ച നിയമപാലകർ സ്വാഗറിനോടൊരു കാര്യം പറയും. ഇന്നത്തെ അവസ്ഥയിൽ അതിനുള്ള കുറ്റകൃത്യങ്ങൾക്ക് വേണ്ട വിധത്തിലുള്ള ശിക്ഷ നൽകാൻ നമ്മുടെ നിയമത്തിന് സാധിക്കില്ല. അതിനൊക്കെ പണ്ടത്തെ പോലെ മറ്റേ വൈൽഡ് വെസ്റ്റിൽ തോക്കുമായിട്ട് പോയി പൊട്ടിക്കുകയാണ് വേണ്ടത്. പക്ഷെ അതിപ്പോൾ പറ്റില്ല. എന്നാൽ ചിലയിടത്ത് അത് അത്യാവശ്യമാണ്. പിന്നീട് ഒരു ടൈലൻഡ് പോലെ അവസാനത്തേക്ക് വരുമ്പോൾ സെനറ്ററും കേണലും കൂടി ഈ വിജയം ആസ്വദിക്കുന്ന രംഗമുണ്ട്. അത് ഞാൻ പറഞ്ഞ് നിങ്ങളെ സ്പോയിൽ ചെയ്യുന്നില്ല. യു ജസ്റ്റ് വാച്ച് ഇറ്റ്. നൗ കാസ്റ്റ്. ബോബ് ലീ സ്വാഗർ എന്ന മെയിൻ റോളിൽ വന്നിരിക്കുന്നത് അമേരിക്കൻ ആക്ടറായ മോക്ക് വോൾബോഗാണ്. സ്പെഷ്യൽ ഏജൻറ്റ് നിക്ക് മെംഫിസ് ആയിട്ട് മൈക്കൽ പീന, കേണൽ ജോൺസൻ്റെ റോളിൽ ലീതൽ വെപ്പൺ സിനിമകളിലൊക്കെ നമുക്ക് സുപരിചിതനായ ഡാനി ഗ്ലോവറും, ഇവരെ കൂടാതെ കേറ്റ് മാര, റോണ മിത്ര, നെഡ് ബെറ്റി എന്നീ വമ്പൻ താരനിരകളും ഇവർക്കൊപ്പം ഉണ്ട്. ഇനി ടെക്നിക്കൽ ഡീറ്റെയിൽസ്. ആക്ഷൻ ത്രില്ലർ ജോണറിൽ ഇറങ്ങിയിട്ടുള്ള ഒരു ടോപ്പ് റേറ്റഡ് മൂവി തന്നെയാണ് ഷൂട്ടർ. ഈ സിനിമയോടുള്ള ഒരു ആരാധനയായിട്ടാവണം എനിക്ക് അത്. കാരണം ഇതിന് ശേഷം വന്ന ജാക്ക് റീച്ചറിനോട് ഒരു ആകർഷണം എനിക്ക് തോന്നി. അത്രയ്ക്കുണ്ട് ഈ രണ്ട് കഥാഗതികളും തമ്മിലുള്ള സാമ്യത. ഈ കഥ പോകുന്നത് അതിൻ്റെ ആഖ്യാന ശൈലി, രണ്ടിലും ഒരു സ്നൈപ്പർ വന്നിട്ടുണ്ട്, ഇവർ തെളിയിക്കാൻ ശ്രമിക്കുന്ന കഥ, ഉപജാപം, അങ്ങനെ എല്ലാം ഇതിനകത്ത് വന്നിട്ടുണ്ട്. നിങ്ങൾ കണ്ടതിൽ ഇതേപോലത്തെ ആശയങ്ങളുള്ള ഏതെങ്കിലും സിനിമകൾ എനിക്ക് സജസ്റ്റ് ചെയ്യാനോ അല്ലെങ്കിൽ മറ്റ് പ്രേക്ഷകർക്ക് സജസ്റ്റ് ചെയ്യാനോ താല്പര്യമുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ആ പേരുകൾ ഇടുക. എനിവേ 2000 ആ സമയത്ത് ഇറങ്ങിയ ഓൾമോസ്റ്റ് എല്ലാ ആക്ഷൻ ജോണറുകളിലും ഉണ്ടാകുന്ന ആ ഒരു കളർ ടോൺ, സ്ഥിരം മഞ്ഞ നിറത്തിലുള്ള കളർ ടോൺ തന്നെയാണ് ഇവിടെ. വെടിവെപ്പ്, പൊട്ടിത്തെറി, അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ എംഫസൈസ് ചെയ്യുന്ന ക്യാമറ ആംഗിൾസ്, എഡിറ്റിങ്, ഇടയ്ക്കുള്ള ചില സ്ലോ മോഷൻ രംഗങ്ങൾ, അതൊക്കെ അടിപൊളിയാണ്. പിന്നെ സിനിമയുടെ സ്റ്റോറി ടെല്ലിങ്ങിൻ്റെ സ്റ്റൈല്. സിനിമയുടെ മധ്യഭാഗത്ത് പല ഭാഗത്തായിട്ട് നടക്കുന്ന കഥ, പോലീസിൽ നിന്ന് എതിരാളികളിൽ നിന്നും ഓടുന്ന സ്വാഗർ, അവരുടെ വെയറബൌട്ട്സ് കണ്ടെത്താൻ ശ്രമിക്കുന്ന കേണലും സംഘവും, ഈ രണ്ട് പേരും അല്ലാതെ ഈ മൂന്നാമതായിട്ട് ഒരു നിഷ്പക്ഷ ഗ്രൂപ്പായ FBI-യും, ഇങ്ങനെ 3 ലൈനിൽ കൂടി പോകുന്നൊരു സ്റ്റോറി. പക്ഷെ ഇതെല്ലാം കൂടി ഒരുമിച്ച് അവസാനം വന്ന് കൂട്ടിമുട്ടുന്നുമുണ്ട്. അതിൻ്റെ ആ ഒരു ഡിസ്കണ്ടിന്യൂറ്റി, ഈ 3 കഥകളും പല പല ലെവലിലാണ് നടക്കുന്നത് എന്നുള്ളത് തോന്നാത്ത രീതിയിലാണ് ഇതിൻ്റെ സ്റ്റോറി പോയിക്കൊണ്ടിരിക്കുന്നത്. സിനിമയിൽ എന്നെ ആകർഷിച്ച ചില ഭാഗങ്ങളെന്ന് പറയുന്നത് ഒബ്വിയസ്ലി നമ്മുടെ ഗൺ പർച്ചേസ് ചെയ്ത രംഗം. നമ്മുടെ അർണോൾഡിൻ്റെ കമാൻഡോ സിനിമയിൽ കാണുന്ന പോലെ സൂപ്പർ മാർക്കറ്റിൽ നിന്ന് ഗൺ പർച്ചേസ് ചെയ്യുന്ന ഒരു രംഗമുണ്ട്. പിന്നെ നിക്കിനെ ഞാൻ നേരത്തെ പറഞ്ഞു, ബോട്ട് യാർഡിൽ നിന്ന് നിക്കിനെ രക്ഷിക്കുന്ന ഒരു രംഗമുണ്ട്. പിന്നെ അവസാനത്തെ മഞ്ഞുമല സ്റ്റാൻഡ് ഓഫ്, എൻ്റെ ഒന്നും പറയാനില്ല. മഞ്ഞിൻ്റെ ഇടയിൽ അവർ ക്യാമോഫ്ലാഷൊക്കെ ഇട്ടിട്ട് എവിടെയാണ് ഇരിക്കണതെന്ന് ഒരു പിടുത്തം ഉണ്ടാവില്ല. സ്വാഗറിനെ വെയിറ്റ് ചെയ്തിട്ടിരിക്കുമ്പോൾ ഒരു ഗണ്ണുമായിട്ട് ഒരാൾ നടന്നു വരികയും എവിടെന്നോ ഒരു വെടി പൊട്ടി ഇയാൾ മറിഞ്ഞു വീഴും. സ്വാഗർ മരിച്ചു എന്ന് വിചാരിച്ചു. പക്ഷേ വെടി പൊട്ടിയെടുത്ത് വീണ്ടും 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 വെടി പൊട്ടുന്നു. അപ്പോൾ ഈ മഞ്ഞിൻ്റെ ഇടയിലും മറ്റും ഒളിച്ചിരിക്കുന്ന അവിടെ മഞ്ഞിൻ്റെ നിറം ചുവപ്പായി മാറി അവിടെ സ്വാഗറിനെ പൂട്ടങ്ങ് വന്ന ആൾക്കാരെ എല്ലാവരെയും വെടിവെച്ചിട്ട് ഒരു മഞ്ഞുമലയുടെ മൂലയിൽ നിന്ന് സ്വാഗർ വരുന്നതായിട്ടൊരു രംഗം അടിപൊളിയാണ്. സിനിമയുടെ ഒരു പ്രധാന ആശയം എന്ന് പറയുമ്പോൾ ഭരണസിരാ കേന്ദ്രങ്ങളിൽ ഏറ്റവും ശക്തരും പ്രബലരുമായവർക്ക് എന്തും ചെയ്യാം, ആരെയും ചൂഷണം ചെയ്യാം എന്നൊരു ആശയം. ഇവിടെ നാം ആലോചിക്കേണ്ടത് ഇത് ഏത് കാലത്ത് വന്ന സിനിമയാണെന്നുള്ളത്. അതിനു മുമ്പും അതിനുശേഷവും ഈ സംഭവങ്ങളൊക്കെ ഒരു മാറ്റമില്ലാണ്ട് നടക്കുന്നുണ്ട്, നല്ല സജീവമായിട്ട് നടക്കുന്നുണ്ട്. നമ്മൾ ചരിത്ര പുസ്തകങ്ങൾ പഠിച്ചിട്ടുള്ള കോളനൈസേഷനും ക്യാപിറ്റലൈസേഷനും തുടങ്ങിയ ആശയങ്ങളുടെ ഒരു നൂതന വേർഷനാണ് ഈ സിനിമയിൽ കാണിക്കുന്നതും ഇപ്പോൾ കാണുന്നതും.
അതായത് ഒരു നിയോ കൊളനൈസേഷൻ അഥവാ നിയോ ക്യാപിറ്റലൈസേഷൻ. സിനിമയുടെ അവസാനത്തിൽ നമ്മുടെ പ്രധാന വില്ലൻ സ്വാഗറിന് പറഞ്ഞു കൊടുക്കുന്ന അല്ലെങ്കിൽ സിനിമയുടെ അവസാനത്തിൽ നമ്മുടെ പ്രധാന വില്ലൻ സ്വാഗറിന് പറഞ്ഞു കൊടുക്കുന്ന ചില വാചകങ്ങളുണ്ട്. അതൊരു തരത്തിൽ പഠിപ്പിച്ചു കൊടുക്കുന്നതായിട്ടും വേണമെങ്കിൽ പറയാം. പ്രാചീന പുരാതന കാലഹരണപ്പെട്ട ചില ആചാരങ്ങളും മറ്റും അനുഷ്ഠിച്ചു പോകുന്ന ഒരു ഗ്രൂപ്പ് ആൾക്കാരെ വിദേശ ശക്തികൾ അടിച്ചമർത്തുന്നതിലൂടെ ആ ഏരിയയിൽ അല്ലെ അവർക്കിടയിൽ ഒരു സ്ഥിരത കൈവരും. യാതൊരുവിധ ഡിസ്റ്റിങ്ഷനും ഇല്ല, യാതൊരു വിധത്തിലുള്ള ഒറ്റപ്പെടുത്തലോ മാർജിനലൈസേഷനും ഇല്ല. എല്ലാവരും ഒറ്റക്കായിട്ട് നിൽക്കും. ഒരു തരത്തിൽ അത്തരത്തിലൊരു ആക്ഷൻ നല്ലതാണ്, ശരിയാണ്. പക്ഷേ അത് മനുഷ്യരെ കൈയടക്കി വെക്കുന്നതിനോ കൊന്നു തള്ളുന്നതിനോ ന്യായീകരിക്കാൻ പറ്റത്തില്ല. ഇവിടെ ഇന്ത്യയിലെ ഫ്രീഡം സ്ട്രഗിളിൻ്റെ ഇടയിലും അതിന് മുമ്പ് എന്തായിരുന്നു എന്നുള്ളതും ഈ ചരിത്ര പുസ്തകത്തിൽ തന്നെ നമ്മൾ കാണുന്നത്. ഇവിടെ എത്യോപ്യയിൽ ഇങ്ങനൊരു സംഭവം നടക്കുന്നു എന്ന് പറയുമ്പോൾ തന്നെ അതിന് പലതരത്തിലുള്ള അർത്ഥതലങ്ങളുണ്ട്. കാരണം ആഫ്രിക്ക എന്ന് പറയുന്ന രാജ്യം തന്നെ പല കാലങ്ങളിലായി പല രാജ്യങ്ങളിൽ നിന്ന് അടിച്ചമർത്തലും ചൂഷണങ്ങളും അനുഭവിക്കുന്ന ഒരു നാടാണ്. ആ ഒരു പ്രതീതി മൊത്തത്തിൽ ആഫ്രിക്കയെ പറ്റിയുണ്ട്. അവിടെ വന്ന് പോകാത്ത ഒരു വിദേശ ശക്തിയും ഇല്ലയെന്ന് വേണമെങ്കിൽ പറയാം. അവിടുത്തെ നാടിനെയും നാട്ടുകാരെയും ഇത്തരത്തിൽ അടിച്ചമർത്തി ചൂഷണം ചെയ്തതിൻ്റെ ധാരാളം ചീളുകൾ ഇന്നും നാടിൻ്റെ സംസ്കാരത്തിൽ കാണാൻ പറ്റും, അവരുടെ ഭാഷയിൽ കാണാൻ പറ്റും. അത്തരത്തിലൊരു വിഷയത്തിലേക്ക് വെളിച്ചം വീശുന്ന ഒരു കൊമേഴ്ഷ്യൽ സിനിമയാണ് ഷൂട്ടർ. എന്തോ ഒരു കലാപരമായ ഒരു പെയിൻറ്റിങ്ങോ കവിതയോ കഥയോ ഉള്ളതിനേക്കാളും ഇപ്പോൾ നാട്ടുകാർക്കിടയിലും പൊതുവെയുള്ളൊരു ജനറൽ പബ്ലിക്കിലേക്കും ആർട്ട് പടത്തിന് പോലും തരാൻ സാധിക്കാത്ത തരം സ്വീകാര്യതയും സ്വാധീനവും അറിവും ഈ സിനിമയിലൂടെ നമുക്ക് ലഭിക്കുന്നുണ്ട്. അല്ലെങ്കിൽ വളരെയധികം പ്രേക്ഷകരെ ആസ്വാദനത്തിലൂടെ ഈ ഒരു പ്രധാന പ്രശ്നം മുന്നിലേക്ക് വെച്ച് തരുന്ന ഒരു സിനിമ കൂടിയാണ് ഷൂട്ടർ. ഈ സിനിമ കണ്ടിട്ടുള്ളവർക്ക് ഇതിൻ്റെ ആശയം എന്താണ് കണ്ടതെന്നതും നിങ്ങൾക്ക് ഇവിടെ ഷെയർ ചെയ്യാം. കാണാത്തവർ കണ്ടു കഴിഞ്ഞാൽ അവർക്കുണ്ടായ അനുഭവം ചിന്തകളും പങ്കുവയ്ക്കാം. അടുത്ത സിനിമയായി വരുന്നത് വരെ ഗുഡ് ബൈ. ഒരു കാര്യം കൂടി പറയട്ടെ, ഈ പേരിൽ ഒരു സീരിയലും ഇറങ്ങിയിട്ടുണ്ട്. ഞാനത് കണ്ടിട്ടില്ല, കാണാൻ താല്പര്യമില്ല. കാരണം നമുക്ക് ഒറിജിനലാണ് താല്പര്യം. അത് സീരിയൽ കണ്ടിട്ടുള്ളവർക്ക് അതിൻ്റെ അനുഭവം നിങ്ങൾക്ക് അഭിപ്രായത്തിൽ രേഖപ്പെടുത്താം. സോ എനിവേ, വൺസ് അഗെയിൻ ഗുഡ് ബൈ.